ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലീസ് യൂട്യൂബ് ഇൻബോൾ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ്. ഇത് വേറൊന്നുമല്ല, ഡെയിലി നമ്മൾ ക്ലീനാക്കി വെക്കേണ്ട സംഭവങ്ങളാണ് നമ്മുടെ ബാത്റൂം, അതുപോലെ ടോയ്ലറ്റ്, പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവ്. ഇതൊക്കെ നല്ല ക്ലീനാക്കി വെച്ചാൽ അതിൽ ഇൻഫെക്ഷനൊന്നും ഇല്ലാണ്ട് നല്ല നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്നാൽ ഇത് പലപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് ഒരേ ഒരു സംഭവം മാത്രം അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് തികച്ചും നാച്ചുറലാണ്. അതിൽ ഒരു കെമിക്കലും ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാവേ. അതിനായിട്ട് ഞാൻ ഇവിടെ പപ്പായൻ്റെ ലീഫ് എടുക്കുവാണ്. ഇത് പപ്പായൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ലീഫ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഒരില മാത്രം മതിയാവും. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ. അങ്ങനെയുള്ളവരാണെങ്കിലുണ്ടല്ലോ, ഇതിൻ്റെ പൊടിയായാലും നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുമേ. അപ്പോൾ അത് വാങ്ങിച്ചെടുത്താലും മതിയാവും. ഇതിങ്ങനെ ജസ്റ്റ് പൊട്ടിച്ചാൽ മതി. അതിൽ നിന്ന് കറ വരുന്നത് അറിയാമല്ലേ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസ് ഉണ്ടല്ലോ, ഏത് തരം സ്റ്റെയിൻസും, അതായത് എങ്ങനത്തെ കറയും നിമിഷ നേരം കൊണ്ട് മാറ്റാൻ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് ഒരു തണ്ട് ഇതുപോലെ എടുക്കുവാണ്. ഇനി നമുക്കത് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അതെടുത്തത്. ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ തോരനൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണേ. ഇനി നമുക്ക് ഒരു അടുപ്പത്തോട്ട് കുറച്ചൊരു വെള്ളം വെച്ച് അതൊന്ന്, അതായത് ഞാനൊരു 2 ഗ്ലാസ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ലീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ പപ്പായൻ്റെ ഇലത്രയങ്ങ് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മളിതിന് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട കേട്ടോ, ലോ ഫ്ലെയിമിലിട്ട് തന്നെ അത് തിളച്ച് വരുമ്പോഴാണ് അതിലെ ന്യൂട്രിയൻസ് എല്ലാം ആ വെള്ളത്തിലോട്ട് വേഗം ഇറങ്ങി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ നോക്കേ. ഇനി നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, ലെമണാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി ഉണങ്ങിപ്പോയ ലെമണാണ് ഉള്ളത്, എന്നാലും അതിൽ ഗുണങ്ങളൊക്കെ അത്യാവശ്യം കിട്ടും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതെടുക്കുക. ഒരു 2 എണ്ണമെങ്കിലും എടുക്കണേ. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ, ഇതിൻ്റെ നീര് മാത്രമല്ല, അത് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ തിളച്ച് വെന്ത് വരുമ്പോഴാണ് ആ കറക്റ്റൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ അല്പം ബേക്കിംഗ് സോഡ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വീഡിയോയിൽ ശരിക്കും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ 1 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊടിയുപ്പാണ്. നമുക്ക് വേണമെങ്കിൽ കല്ലുപ്പായാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂണ് നമ്മുടെ സോൾട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരും. ആ ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ നമ്മളിത് ഇറക്കി വെച്ച ശേഷം, അതായത് തണുത്ത് വരുന്ന തണുത്തല്ല, അത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതൊന്ന് അരിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് അല്പം ഷാമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം അരിച്ചെടുത്ത ശേഷം വേണം ആ ഷാമ്പു ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ. ആ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഫസ്റ്റ് ഞാനിത് ഗ്യാസ് ബർണർ എങ്ങനെ, ഗ്യാസും അടുപ്പും ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് കാണിക്കാവേ. ഇത് കണ്ട അത്യാവശ്യം നല്ല മെസ്സിയായിട്ട് കിടക്കുവാണേ. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യാണ്ട് ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ എടുത്ത് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, അത് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസൊക്കെ സൂപ്പറായിട്ട് ക്ലീനാക്കി എടുക്കാവേ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മളതിൽ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ ഈസി വേ ആണ്. നമ്മുടെ നാരങ്ങയുടെ തൊണ്ടും കൂടി ചെയ്യുന്നത് കൊണ്ട് ഈസി ആയിട്ട് അതൊക്കെ അതിലെ സ്റ്റെയിനെല്ലാം റിമൂവ് ആയി കിട്ടുമേ. ഈ പപ്പായയ്ക്ക് അടങ്ങിയിരിക്കുന്ന കുറേ സംഭവങ്ങൾ ഈ നമ്മുടെ സ്റ്റെയിൻസ് എന്ത് തന്നെ അഴുക്കും നീക്കം ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഉണ്ടല്ലോ, നമുക്കിത് കഴുകി ഇറക്കേണ്ട ആവശ്യമില്ല. ഒരു തുണി വെച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായി കിട്ടി. അപ്പോൾ ഞാനിതിൽ ഒരു തുണി വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം ഇത് ക്ലീൻ ആയിട്ടുണ്ടെന്നേ. അപ്പോൾ ഇത് യാതൊരുവിധ കെമിക്കൽസും ഇല്ല, നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഒരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അതിൻ്റെ ഗ്യാസ് ബർണർ ബാക്കി സംഭവങ്ങളൊക്കെ ഇതുപോലെ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്സും ഒക്കെ നമുക്ക് ഈ മെത്തേഡിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തതിന് നമ്മുടെ വാഷ് ബേസും കിച്ചൺ സിങ്കും ഒക്കെ ക്ലീനാക്കി വെക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടോയ്ലറ്റ് ഉണ്ടല്ലോ, അതെപ്പോഴും വൃത്തിയാക്കി വെക്കേണ്ട അത്യാവശ്യമാണല്ലേ. ഇത് കണ്ടോ, അത്യാവശ്യം മെസ്സിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ വെള്ളം ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുവാണേ. നമ്മുടെ ഷാമ്പു യൂസ് ചെയ്ത് കാരണം നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ട് കേട്ടോ, വേറൊരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഇത് അടച്ചു വെച്ച് പിറ്റേ ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് ഫ്ലഷ് അടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതിലെ അണുക്കളെല്ലാം നശിച്ചു പോവുകയും ചെയ്യും, നല്ലൊരു മണം കിട്ടുകയും ചെയ്യും, അതിലെ അഴുക്കെല്ലാം ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഫ്ലഷ് അടിച്ചും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം ജസ്റ്റ് 3 hours കഴിഞ്ഞിട്ടാണ്
ഇത് കാണിക്കുന്നത് അത്ര സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഈ മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടമായില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.